Welcome to VK Television 2020. We are going to discuss the topic, the chapter, equal triangles. Proceed to discuss sides and angles. First, draw a triangle of sides length 4 cm, 5 cm and 7 cm. We can draw this triangle in different ways. Okay, we draw in 6 ways. First one, we take a base length as 4 cm and draw two arcs of length 7 cm and 5 cm. This is the first triangle. Now we draw another triangle with the base as 4 cm. Okay, take 7 cm as base and we draw the two triangles. Now we take a base as 5 cm and draw another two triangles. ഇങ്ങനെ വരച്ച ശേഷം ഇതിൽ ഏതെങ്കിലും ട്രയാങ്കിൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. പേപ്പർ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതെന്ത് ചെയ്യുക, അത് ഈ മറ്റ് ട്രയാങ്കിൾസായിട്ട് എന്ത് ചെയ്താൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. അപ്പോൾ എന്തായിരിക്കും, അത് ചേർന്നിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സൈഡ്സ് 4, 5, 7 സെൻറ്റിമീറ്റർ ആയ 6 ട്രയാങ്കിൾസ് നമുക്ക് ഫോം ചെയ്യാം. 6 ഡിഫറെൻറ്റ് വേസ് നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. അങ്ങനെ 6 ഡിഫറെൻറ്റ് വേസിൽ വരച്ചെടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എന്ത് ചെയ്യാം, മറ്റൊരു മുകളിൽ ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. തിരിച്ച് മറിച്ച് വെച്ചിട്ട് ചേർന്നിരിക്കുന്നുണ്ടോ നോക്കുക. എന്നായിരിക്കും എല്ലാം എന്തായിരിക്കും ചേർന്നിരിക്കുന്നുണ്ടാവും. അതിനർത്ഥം എന്താണ്, ഇതെല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ 6ഉം ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ആ ഈക്വൽ ട്രയാങ്കിൾസ് എന്തായിരിക്കും, അതിലെ എല്ലാ ആംഗിൾസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. എല്ലാ ആംഗിൾസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് എഴുതി നമുക്ക്, if the sides of a triangles are equal to sides of another triangle, ഒരു ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് വേറെ ട്രയാങ്കിൾ സൈഡ്സിന് ഈക്വൽ ആയി വരികയാണെങ്കിൽ then the angles of the triangles are also equal. അങ്ങനെയാണ് എന്തായിരിക്കും, ആ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഞാനിവിടെ 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾസിൽ ഏതാണ് ലാർജസ്റ്റ് ആംഗിൾ, ഏതാണ് സ്മോളസ്റ്റ് ആംഗിൾ, ഏതാണ് ഇതിൽ രണ്ടിനിടയിൽ വരുന്ന മീഡിയം സൈസ്ഡ് ആംഗിൾസ്, ഇത് കാണണം. അത് നോക്കൂ, ഇത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുക. എന്താണ്, ഈ കാണുന്നതാണ് ലാർജസ്റ്റ് ആംഗിൾ. ആംഗിൾ എയും ആംഗിൾ ആറായിരുന്നു ലാർജസ്റ്റ് ആംഗിൾ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. പിന്നെ നോക്കൂ, ഇതിൽ ഇതോടെ ഏറ്റവും ചെറുത് വയ്ക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഈ ആംഗിളാണ് ഏറ്റവും ചെറുത്. അതുപോലെ ഈ ആംഗിളായിരിക്കും ഏറ്റവും ചെറുത്. പിന്നെ മീഡിയം സൈസ്ഡ് ആംഗിൾ വരുന്നത് എന്തായിരിക്കും, ഈ ആംഗിളാണ്. ആംഗിൾ ബിയും അതുപോലെ ആംഗിൾ പിയും. ഇത് കണ്ടുപിടിക്കുന്ന രീതി നോക്കൂ. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് സൈഡ് അതാണ് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ കാണുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സൈഡ്. ആ ആംഗിൾസിന് ഓപ്പോസിറ്റ്, ആ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് നോക്കൂ. ഏതാണ്, ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ എ ആണ്. ഇവിടെ 6 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ ആറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആംഗിൾ എയും ആംഗിൾ ആറാണെന്ത് ലാർജസ്റ്റ് ആംഗിൾസ് ഇൻ 2 ട്രയാങ്കിൾസ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 2 ട്രയാങ്കിൾസിലെയും ലാർജസ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. ആ ലാർജസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റിലെ ആംഗിൾസ് ആയിരിക്കുന്നത് ലാർജസ്റ്റ് ആംഗിൾസ്. ഇനി അടുത്ത ചോദ്യത്തിനോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈഡ്സ് ഏതൊക്കെയാണ് പറയൂ. ഈ ഫിഗറിലെ ഏറ്റവും സ്മോളസ്റ്റ് സൈഡ് ഏതാണ് പറ. അതുപോലെ ഈ ഫിഗറിലെ ഏറ്റവും സ്മോളസ്റ്റ് സൈഡ് ഏതാണ്, രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ എ ബി ആണ്, ഇതിലേതാണ് പി ആർ ആണ്. അപ്പോൾ എ ബി ഈക്വൽ ടു പി ആർ. അവിടെ നിന്നിട്ട് നമുക്ക് അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ആ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇവിടെ ആംഗിൾ സി ആണ്, ഇവിടെ എന്താണ് ആംഗിൾ ക്യൂ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണല്ലേ. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഈ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ സി. ഈ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ക്യൂ. അപ്പോൾ എന്താണ്, സ്മോളസ്റ്റ് സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആണ്. ഈ 2 ട്രയാങ്കിൾസിലും ഏറ്റവും സ്മോളസ്റ്റ് സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആണ്. അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആയിരിക്കുന്നത് സ്മോളസ്റ്റ് ആംഗിൾസ്. ഇനി നമുക്ക് മീഡിയം സൈസ്ഡ് ആംഗിൾസ് കാണണം. അതായത് ഏറ്റവും ബിഗറിൻ്റെയും ഏറ്റവും ലാർജറിൻ്റെയും ഏറ്റവും സ്മോളറിൻ്റെ ഇടയിലുള്ള എന്താണ് സൈഡ്സ്, അതാണ് ഈ 5 സെൻറ്റിമീറ്റർ ആണ്. ആ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റൊക്കെ എടുക്കുന്ന ആംഗിൾസ് ആണെന്ത് മീഡിയം സൈസ്ഡ് ആംഗിൾ. അതായത് ഈ കാണുന്ന ആംഗിൾ ബിയും ആംഗിൾ പിയുമായിരിക്കുന്നത്
മീഡിയം സൈസ്ഡ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ ആയി. ഏറ്റവും ലാർജ് സൈഡിന് എതിരെ ഓപ്പോസിറ്റ് ആണ് ലാർജസ്റ്റ് ആംഗിള്. ഏറ്റവും സ്മോളസ്റ്റ് സൈഡ്സിന് ഓപ്പോസിറ്റ് ആണ് സ്മോളസ്റ്റ് ആംഗിൾസ്. ഏറ്റവും അതിൻ്റെ മീഡിയം സൈസ്ഡ് സൈഡ്സിന് ഓപ്പോസിറ്റ് ആണ് മീഡിയം സൈസ്ഡ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾസിലെ ലാർജസ്റ്റ് കണ്ടു, ആംഗിൾ സി ആണ്. സ്മോളസ്റ്റ് ഏതാണ് നോക്കൂ, ഈ ട്രയാങ്കിളിൽ ലാർജസ്റ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ എ ആണ്. സ്മോളസ്റ്റ് ഏതാണ്? ആംഗിൾ സി ആണ്. മീഡിയം സൈസ് ഏതാണ്? ആംഗിൾ ബി ആണ്. അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും സ്മോളസ്റ്റും ലാർജസ്റ്റും മീഡിയം സൈസ്ഡും ആംഗിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ റിസൾട്ട് കിട്ടി. എന്താണ്? ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾസിലെ എല്ലാ സൈഡ്സും വേറെ ട്രയാങ്കിൾസ് സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ എന്താണ്? then the angles opposite to the equal side, angles opposite to the equal side, equal sidesന് എതിരെയുള്ള ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഓഫ് ദിസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ വരികയാണെങ്കിൽ, സൈഡ്സുകൾ ഈക്വൽ ആയി വരികയാണെങ്കിൽ ഈക്വൽ സൈഡ്സിന് എതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അടുത്ത റിസൾട്ടായി ഇവിടെ ഫാസ്റ്റ് കണ്ടിരിക്കുന്നത് എന്താണ്? If all sides of the first triangle is equal to all sides of the second triangle, then angles are equal. രണ്ടാമത് എന്താണ്? If all sides of the first triangle is equal to all sides of the second triangle, then angle opposite to equal sides are equal. അപ്പോൾ രണ്ട് റിസൾട്ടുകൾ പഠിച്ചു. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഈ ജോമെട്രിക്കായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനേ ഈ രണ്ട് റിസൾട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനിയും റിസൾട്ടുകൾ പഠിക്കുവാൻ പോവുകയാണ്. ഓക്കെ, നോക്കൂ, വി ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ആസ് എ ബേസ്. അല്ലെ, എ ബി 6 സെന്റിമീറ്ററും ബി സി 4 സെന്റിമീറ്ററും എ സി എന്താണ് 5 സെന്റിമീറ്ററുമായ ട്രയാങ്കിൾ വരച്ചു. ഇനി ഇതേമാതിരി എന്ത് ചെയ്തു? താഴോട്ടും ഈ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. പക്ഷെ എന്താണ്? സൈഡ്സുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ 4 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? 5 ആയിട്ട് ഇതുപോലെ വരച്ചു. ഇതുപോലെ ട്രയാങ്കിൾ വരച്ചു. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ സൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഈക്വൽ സൈഡ്സ്? ഈ ട്രയാങ്കിളില് 5 സെന്റിമീറ്റർ വരുന്ന സൈഡ് ഏതാണ്? പറയൂ, ഏതാണ്? എ സി. ഇവിടെ 5 സെന്റിമീറ്റർ വരുന്നത് ഏതാണ്? ബി ഡി. അപ്പോൾ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഞാനിങ്ങനെ ഓരോ വരയിട്ട് നോക്കൂ. ഇവിടെ എന്താണ്? ബി സി. ഇവിടെ എന്താണ്? എ ഡി. ഇത് രണ്ടെന്നാണ്, ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ 2 വരയിട്ട്. സോ വി കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. ഇൻ ദിസ് ട്രയാങ്കിൾ വി ഹാവ് എന്താണ്? എ ബി സി ഈക്വൽ ടു എ ബി. എ ബി സി ഈക്വൽ ടു എന്താണ്? എ ബി. രണ്ടിനും കോമൺ സൈഡാണ് എ ബി സി ഈക്വൽ ടു എ ബി. നേരത്തെ പറഞ്ഞ പോലെ എ സി സീക്വൽ എന്താണ്? എ സി സീക്വൽ ടു ബി ഡി. അതുപോലെ എ ഡി സീക്വൽ ടു ബി സി. ഇത് എഴുതി. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടത് ഈ ട്രയാങ്കിൾസിലെ 3 സൈഡ്സും ഈ ട്രയാങ്കിൾസിലെ 3 സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ റിസൾട്ട് ഒരു ട്രയാങ്കിൾസിലെ 3 സൈഡ്സ് വേറെ ട്രയാങ്കിൾസിലെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ വെക്കും. അങ്ങനെ എന്തായിരിക്കും? ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, ഇതാണ്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ സി എ ബി സീക്വൽ ടു ആംഗിൾ ഡി ബി എ. ഡി ബി എ ഈ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇതിൽ എന്താണ്? ഈ സൈഡ് 5 ആണ്, ഈ സൈഡ് 5 ആണ്. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആവുക? പറയൂ. ഈ സൈഡ് എത്രയാണ്? 5 ആണ്. ഈ സൈഡ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സിനും എതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? പറ. ഈക്വൽ ആയിരിക്കും. അത് ഞാൻ അടയാളപ്പെടുത്തി അങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? ആംഗിൾ സി ബി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ ബി. സി എ ബി സീക്വൽ സി ബി എ ഈക്വൽ ടു ആംഗിൾ ഡി എ ബി. സി ബി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എ ബി. ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ എ ബി എന്ന ലൈന്
എ സിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ബി ഡിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് സി എ ബി, അതുപോലെ ഡി എ ബി, ഡി ബി എ. ഓക്കെ, ദ ലൈൻ എ ബി എന്ത് ചെയ്തു, ഈ രണ്ട് സൈഡ്സ് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ബ്ലൂ ആംഗിൾസ്. അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, എന്താണ് ഈ രണ്ട് ആംഗിൾസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ആൾട്ടർനേറ്റീവ് ആംഗിൾസ് അല്ലെ, മെയ്ഡ് ബൈ ദ ലൈൻ എ ബി മീറ്റിംഗ് ദ ലൈൻസ് എ സി ആൻഡ് ബി ഡി അല്ലെ ഓഫ് ലൈൻസ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈക്വൽ വരികയാണ്. അപ്പൊ എന്തായിരിക്കും, എ സിക്കും ബി ഡിക്കും പ്രത്യേകത എന്തായിരിക്കും? ബോത്ത് ആർ പാരലൽ ലൈൻസ്. അതായത് എ സി എന്ന ലൈനെയും ബി ഡി എന്ന ലൈനെയും എ ബി എന്ന ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ, എ ബി എന്ന ലൈനിൽ ഇന്റർസെക്ട് ചെയ്ത് പോകുമ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ് ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസും, ഈ രണ്ട് ബ്ലൂ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഈ രണ്ട് ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് വി ക്യാൻ പ്രൂവ് ദാറ്റ് എ ഡി ആൻഡ് ബി സി ആർ ആൾസോ പാരലൽ. നോക്കൂ, ഈ കോൺട്രിലാറ്ററലിന് ഓപ്പോസിറ്റ് സൈഡുകൾ എ സി ബി ഡി എന്ന കോൺട്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സുകൾ ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ സി ബി ഡി ഈസ് എ പാരലോഗ്രാം. Now we have to do these problems. The first one is, in each pair of triangles below, find all pairs of matching angle and write them. Okay, we first consider triangle ABC and triangle PQR. In triangle ABC, it is given that AB is equal to 6 cm, BC is equal to 5 cm, AC is equal to 4 cm. In triangle PQR, we have PQ is equal to 5 cm, QR is equal to 4 cm, and PR is equal to 6 cm. Okay, we are asked to write matching angles. Okay, now here AB is equal to 6 cm. Okay, AB is equal to 6 cm. ഇതിൽ ഏതാണ് 6 cm വരുന്ന സൈഡ്? PR. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ? എ ബി എത്രയാണ്? 6 ആണ്. പി ആർ എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആയി വരുന്നത്? എന്തായിരിക്കും പറയൂ? ഇത് 6 ആകുമ്പോൾ എന്തായിരിക്കും? ആ 6ന് ഓപ്പോസിറ്റ് എന്താണ്? ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി ഈസ് ഈക്വൽ ടു, ഇവിടെ 6ന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ക്യൂ. അപ്പോൾ എന്ത് ചെയ്താൽ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അടുത്തത് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു, ഈ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് 4 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 4 സെന്റിമീറ്റർ എതിരെ ആംഗിൾ ബി ആണ്. 4 സെന്റിമീറ്റർ എന്താണ്? ആംഗിൾ ബി ആണ്. അപ്പൊ എന്തായിരിക്കും? ഈ ആംഗിൾ ബിക്ക് ഈക്വൽ ആയ ആംഗിൾ ഇതിൽ ഏതാണ്? പറയൂ വിജിസ്ത, ഏതാണ് ആംഗിൾ? ഇവിടെ ഈ 4 എന്താണ്? പി ആണ്. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. ഫൈനലി ആംഗിൾ എ ഈക്വൽ എന്താണ്? ആംഗിൾ എ ഈക്വൽ ടു ഈ 5ന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ. ഈ 5ന് ഓപ്പോസിറ്റ് എന്നാണ് ആംഗിൾ ആർ. സോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. അതെല്ലാം എഴുതി റെഡി ആയില്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട്? എന്താണ്? രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സുകൾ ഈക്വൽ ആണെങ്കിൽ അങ്ങനെ വരുന്ന ഈക്വൽ സൈഡ്സിനെതിരെയുള്ള ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേ റിസൾട്ടാണ് നമുക്ക് ഇവിടെയും എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പറയൂ എന്തായിരിക്കും? ആംഗിൾ എം ഈക്വൽ ടു എന്താണ്? ആംഗിൾ എന്നിന് ഈക്വൽ ആയി വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എല്ലിന് ഈക്വൽ ആയി വരുന്നത് ഏതാണ്? ഇവിടെ ആദ്യം നോക്കൂ, ആംഗിൾ എമ്മിന് ഈക്വൽ ആയി വരുന്ന ആംഗിൾ സെലക്ട് ചെയ്യണം, കണ്ടെത്തണം അല്ലെ. ഏതായിരിക്കും ഇത്? ആംഗിൾ എം ഈക്വൽ ടു പറയുന്നതാണ് ആംഗിൾ സെഡ്. കാരണം എന്താണ്? ആംഗിൾ എമ്മിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. ഇവിടെ ആംഗിൾ സെഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്താണ്? XY ആണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും? ആംഗിൾ എം ഈസ് ഈക്വൽ ടു ആംഗിൾ സെഡ്. നെക്സ്റ്റ് ഈസ് ആംഗിൾ എൻ ഈക്വൽ ടു, ആംഗിൾ എൻ ഈക്വൽ ടു എന്താണ് ഇതില് ആംഗിൾ എൻ ഈക്വൽ ടു എന്നിനെതിരെ സൈഡ് എന്താണ്? 8 ആണ്. ഈ 8ന് ഓപ്പോസിറ്റ് എന്താണ്? X ആണ്. ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ്. നെക്സ്റ്റ് ഈസ് ആംഗിൾ എം ഈക്വൽ ആംഗിൾ എൽ ഈക്വൽ ടു എല്ലിന് ഓപ്പോസിറ്റ് ആണ് 10 ആണ്.
അപ്പോൾ എത്ര ആയിരിക്കും? ആംഗിൾ എൽ സീക്കൽ ടു എന്താണ്? ആംഗിൾ എൽ സീക്കൽ ടു ആംഗിൾ വൈ. ഓക്കെ, ആംഗിൾ എൽ സീക്കൽ ടു ആംഗിൾ വൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ട്രയാംഗിൾ ബിലോ AB is equal to QR, BC is equal to RP, CA is equal to PQ. Compute angle C of triangle ABC and all angles of triangle PQR. Okay, we have to calculate angle C. What is angle C? Sum of these three angles is equal to 180. Now sum of these two angles is equal to 100. Now 100 plus a particular angle is equal to 180. So this angle must be 180 degree. So angle C is equal to 80 degree. Okay. Now we draw the two triangles. After that we mark the equal sides. AB is equal to QR. So AB is equal to QR. Next is BC is equal to RP. BC is equal to RP. And CA is equal to PQ. And CA is equal to PQ. ഇതിൽ എന്താണ്? CAയും PQ എന്താണ്? ഈക്വൽ ആണ്. അവരെ മാർക്ക് ചെയ്തില്ല. Now AB is equal to QR. അല്ലേ? AB is equal എന്താണ്? QR. അങ്ങനെയാണെങ്കിൽ AB is equal to QR ആകുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ ABയും ഇവിടെ QRും ഈക്വൽ ആണെങ്കിൽ which is the equal angles? AB is equal to QR ആണെങ്കിൽ which is the equal angles? ഈ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്താണ്? ആംഗിൾ സി. ക്യു ആറിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് അതാണ് ആംഗിൾ പി. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. സോ വി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് one equal angles of these two triangles. Now we have to find out the second equal angles. Okay. Here BC is equal to RP. It is given that BC is equal to RP. So we write BC is equal to RP. Then BC is equal to RP. So which angles are equal? We take the angle opposite to BC, that is angle A, and the angle opposite to PR, that is angle Q. So we can write angle A is equal to angle Q. Finally angle B is equal to angle R. Angle B is equal to AC, CA is equal to PQ. CA is equal to PQ. So angle B is equal to angle R. Okay. So we obtain all equal angles into triangles. In the triangle below, AB is equal to QR, BC is equal to PQ, CA is equal to RP. Compute the remaining angles of both triangles. Compute the remaining angles of both triangles. So we draw the two triangles. First we draw the two triangles. Okay, and mark the angles and mark the equal sides. But AB is equal to QR, BC is equal to PQ, CA is equal to RP. ആ സൈഡ്സ് കൊണ്ട് ചെയ്തോ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ്? ഞാനിവിടെ ഈക്വലായ സൈഡ്സ് എല്ലാം ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഈക്വൽ ആംഗിൾസ് ഓഫ് ദീസ് ടു ട്രയാംഗിൾസ്? പറയൂ. പ്ലീസ് ഫാസ്റ്റ് ടേക്ക് BC is equal to PQ. അപ്പോൾ എന്തായിരിക്കും? ഈ BCക്ക് എതിരെ ആംഗിൾ എന്താണ്? 60 ഡിഗ്രി. ഈ PQ എതിരെ ആംഗിൾ എന്താണ്? ആംഗിൾ R. സോ angle R is equal to 60 degree. Angle R is equal to 60 degree. അപ്പോൾ ഇത് 70 ആണ്, ഇത് 60 ആണ്. So we can find out this angle. എത്ര ആയിരിക്കും? 70 plus 60. 70 plus 60 is equal to 130. 130 plus a particular angle is equal to 180. This angle is 50 degree. Okay. So angle P is equal to 50 degree. Otherwise we can calculate 180 minus sum of these two angles. The third angle is equal to 180 minus sum of these two angles. 180 minus 70 plus 60 is equal to 180 minus 130 is equal to 50 degree. So this angle is 50 degree. Okay. Next,
എ ബി സീക്കൽ ടു ക്യു ആർ. എ ബി സീക്കൽ ടു ക്യു ആർ. ഈ എ ബിക്ക് എതിരെയുള്ള ഈ എ ബി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ആംഗിൾ സി. ക്യു ആറിന് ഓപ്പോസിറ്റ് എന്താണ്? ആംഗിൾ പി. സോ ആംഗിൾ സി സീക്കൽ ടു ആംഗിൾ പി. സോ ആംഗിൾ സി സീക്കൽ ടു ആംഗിൾ പി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി. സോ വി ഒബ്റ്റെയിൻ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. സോ 60 പ്ലസ് 50 110. By using sum of these two is 110. So what will be the angle B is equal to ഇതിൽ രണ്ടിനും സം എത്രയാണ്? 110 ആണ്. ഇതിൽ രണ്ടിനും സം 110 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? പറയൂ, എത്ര ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ B is equal to 180 minus 50 degree plus 60 degree is equal to 180 minus 110 degree is equal to 70 degree is equal to 70 degree. So we obtain all angles of this triangle, these two triangles. So angle A is equal to 60 degree, angle B is equal to 70 degree. Now angle C is equal to 50 degree. So we obtain all the angles of triangle ABC. Angle A is 60, angle B is equal to 70 and angle C is equal to 50 degree. Now we consider this figure. Angle Q is equal to 70 degree. It is given. Okay. Angle Q is equal to 70 degree. Angle R is equal to 60 degree. Angle R is equal to 60 degree. Then and angle P is equal to 50 degree. So we obtain all the angles of this triangle. Next question, fourth question. A figure is given. Are the angles of the triangle ABC and triangle ABD equal in the figure above? Why? ഇവിടെ ചോദിക്കുന്നതാണ്, ഈ കാണുന്ന ഫിഗറിൽ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ എ ബി സി, ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് ദ സെക്കൻഡ് ട്രയാങ്കിൾ. ദെൻ അവ ചോദിക്കുന്നത് ഈ കാണുന്ന രണ്ട് ട്രയാങ്കിൾസും എല്ലാ ആംഗിൾസും ഈക്വൽ ആണോ എന്നാണ്. ഇവിടെ നോക്കൂ, ഇതിലെ രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആണ്. ഇവിടെ എന്താണ്? രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആണ്. ഞാൻ ഫിഗർ ഒന്ന് വരയ്ക്കുന്നു, അത് നോക്കൂ. ആൻസർ യെസ് എന്ന് പറയുന്നത് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഇതില് വി കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. ഈ ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്തു. അവിടെ എന്ത് ചെയ്തു? ഈക്വൽ സൈഡ്സിന് അവിടെ ഞാൻ മാർക്ക് കൊടുത്തു. ഇവിടെ എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. ഇവിടെ എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. ഞാൻ ഓരോ മാർക്ക് കൊടുത്തു. ഇവിടെ എന്താണ്? എ സി എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അതുപോലെ എ ഡി എന്താണ്? 8 സെന്റിമീറ്റർ ആണ്. അവിടെ 2 മാർക്ക് കൊടുത്തു. ഇവിടെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നോക്കൂ, ഈ 6ന് തന്നെ എന്താണ്? അല്ലെ, 2 ആംഗിൾസ് ആണ്, ഈക്വൽ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആംഗിൾസ് തന്നെ നൊട്ടേഷൻ മാർക്ക് ചെയ്തിട്ട് അതിൽ ഒരു വരട്ട് കൊടുത്തു. ഈ 2 ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ. ഇവിടെ 2 എന്താണ്? 8 സെന്റിമീറ്റർ ആണ്. ഈ 2 സൈഡ് 8 സെന്റിമീറ്റർ ആകുമ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആയി വരിക? ഇത് രണ്ടും എന്താണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഏതൊക്കെ 2 ആംഗിൾസ് ഈക്വൽ ആയി വരും? ഏതാണ്? പറയും. ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഇതിനെതിരെയുള്ള ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഞാൻ മാർക്ക് ചെയ്തുണ്ടാവും. ഞാൻ 2 വരട്ടെടുത്തു. ഇവിടെ എന്താണ്? എ ബി ഈസ് എ കോമൺ സൈഡ് അല്ലെ? എ ബി ഈസ് എ കോമൺ സൈഡ്. അപ്പോൾ എന്തായിരിക്കും? രണ്ടിനും കോമൺ ആയി വരുന്ന സൈഡാണ് എ ബി. അതിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറയാം. Next question. In the quadrilateral ABCD shown below, AB is equal to AD, AB is equal to AD, BC is equal to CD. Compute all the angles of the quadrilateral. We have to find out all angles of the quadrilateral. അപ്പോൾ നോക്കൂ, ആദ്യം ഞാൻ ഫിഗർ വരച്ചു. അതിലെന്ത് ചെയ്തു? എ ബി സീക്വൽ എന്താണ്? എ ഡി ആണ്. എ ബി സീക്വൽ ടു എ ഡി. അവിടെ ഞാൻ ഓരോ മാർക്ക് കിട്ടും. ബി സി സീക്വൽ എന്താണ്? ബി സി സീക്വൽ ടു സി ഡി ആണ്. ബി സി സീക്വൽ ടു സി ഡി. അത് മാർക്ക് 2 വരട്ടു. ഇനി 30 ഡിഗ്രിയും 50 ഡിഗ്രി തന്നിട്ടുണ്ട്. 30 ഡിഗ്രിയും 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണിത്.
ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ എന്നാണ് 50 ഡിഗ്രി. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? എ ഡിയും എ ബി എന്നാണ് ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Now consider CD and BC. Both are equal. Now we consider the angles opposite to equal sides. അപ്പോൾ എന്തായിരിക്കും? ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? അത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മളത് സീൻസ് എ ഡി ഈക്വൽ ടു എ ബി, അപ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് രണ്ട് എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, രണ്ടും 50 ഡിഗ്രി ആണ്. ഇത് നോക്കൂ. നെക്സ്റ്റ് സി ഡി ഈക്വൽ ടു എന്താണ്? ബി സി ഈക്വൽ ടു ഡി സി. നെക്സ്റ്റ് ബി സി ഈക്വൽ ടു ഡി സി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ആംഗിൾ സി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ബി. ഓക്കെ, അപ്പോൾ ഇത് 30 ആയതുകൊണ്ട് എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, ആംഗിൾ സി എ ബി ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ദിസ് ആംഗിൾ ഈക്വൽ 30 ഡിഗ്രി, ദിസ് ഈസ് 50 ഡിഗ്രി. 30 പ്ലസ് 50 ഈക്വൽ ടു 80. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 100 ഡിഗ്രി വരെ ആയിരിക്കും. സോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 30 പ്ലസ് 50. ഓക്കെ, 180 മൈനസ് 30 പ്ലസ് 50, that is equal to 100 degree. So angle B is equal to angle D is equal to 100 degree. ഇവിടെ 50 ആണ്, ഇവിടെ 30 ആണ്. ഇത് രണ്ട് സമത്രമാണ് 80 ആണ്. അപ്പോൾ എന്തായിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ കാണുന്ന കോൺഡിലേറ്ററിന്റെ എല്ലാ ആംഗിൾസും കാണണം. ഫസ്റ്റ് ആംഗിൾ എ എന്താണ്? ആംഗിൾ എ ഈക്വൽ ടു ഇതെന്താണ്? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയാണ്? അതും 30 ആണ് അല്ലെ? ഈ ആംഗിൾ എന്താണ്? സി എ ബി എത്ര വന്നിരിക്കുന്നത്? കിട്ടിയിരിക്കുന്നത് എത്രയാണ്? ആംഗിൾ സി എ ബി ഈക്വൽ ടു 30 ഡിഗ്രി. സോ സം ഓഫ് ദീസ് ടു ആംഗിൾസ് ഈക്വൽ ടു 60 ഡിഗ്രി. സോ ആംഗിൾ എ ഈക്വൽ ടു 30 പ്ലസ് 30 ഈക്വൽ ടു 60 ഡിഗ്രി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആംഗിൾ സി. ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. ദിസ് ഈസ് ആൾസോ 50 ഡിഗ്രി. So 50 plus 50 is equal to 100 degree. So angle C is equal to 100 degree. Okay, angle C is equal to 100 degree. Now angle B is equal to angle D is equal to 100. Okay, angle B is equal to angle D is equal to 100. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 100 പ്ലസ് 100 200 അല്ലെ? രണ്ട് ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ 100 പ്ലസ് 100 200. 200 100 ആയാൽ 300 plus 60 ആണ് 360. That is sum of these four angles equal to 360 degree. അതായത് ഒരു കോൺട്രിയാക്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആംഗിൾസ് സം എത്ര ആയിരിക്കും? സം ഓഫ് ദി ആംഗിൾസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സം ഓഫ് ദി ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കൂ. അതിനുശേഷം ആ പ്രോബ്ലം തീർന്നു. ഇനി അടുത്ത് ഞാൻ രണ്ട് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. അതെന്താണ്? അതിലെല്ലാ ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ? ഈ രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫിഗർ നോക്കിക്കൊണ്ട് പറയാൻ പറ്റുമോ രണ്ടിനും സൈഡ്സ് ഈക്വൽ ആണെന്ന്? അല്ലേ? എന്താണ്? ഈക്വൽ ആണോ? ഈക്വൽ അല്ല. രണ്ടും എന്താണ്? രണ്ട് വളരെയധികം സൈഡ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് പറയാം നമുക്ക്? സോ വി ക്യാൻ സേ ദാറ്റ് if all angles of the first triangle is equal to all angles of the second triangles, then the sides need not be equal. എന്നാണ് സൈഡ്സുകൾ ഈക്വൽ ആണെന്ന് ഇല്ല. ഇവിടെ നോക്കൂ. ഇതിലെന്താണ്? രണ്ട് ട്രയാങ്കിൾസിന്റെ എല്ലാ സൈഡുകളും എന്താണ്? ഡിഫറെന്റ് ആണ്. നിങ്ങൾ എത്രയോ നിങ്ങളും കൂടിയതാണ് ഈ സൈഡ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ സൈഡ്സുകൾ എന്താകില്ല? ഈക്വൽ ആകില്ല. ഓക്കെ.